ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ നടത്താനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. വികസനം ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന സെമിനാറിനെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നാണ് വിശദീകരണം. സർക്കാർ പരിഹാസപാത്രമാവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. സർക്കാർ ഇത് 10ാം വർഷമായപ്പോൾ പാനിക്കായിരിക്കുക. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ച് കാണും. നോക്കും, വലിയ തോൽവി. 100-ലധികം സീറ്റോട് കൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതുവരെ 10 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ, 9 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ? ഇതെന്ത് പാർട്ടിയാണ്? എന്ത് സർക്കാരാണിത്? വോട്ട് ലക്ഷ്യമിട്ടുള്ള പരിപാടി എന്നാണ് BJP നേതാവ് PK കൃഷ്ണദാസിന്റെ ആരോപണം. അസാധ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക എന്നുള്ളതാണ് ഇവരുടെ ഹിഡൻ അജണ്ട. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാപട്യം ഏതായാലും വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഹിന്ദുക്കൾ ഒരൊറ്റ വോട്ടും CPM-നോ LDF-നോ കിട്ടാൻ പോകുന്നില്ല. ഈ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ കാപട്യവും ന്യൂനപക്ഷ സമൂഹം തിരിച്ചറിയും എന്ന കാര്യം സംശയമില്ല. ഇതുകൊണ്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വോട്ടും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ന്യൂനപക്ഷ സംഗമത്തിന്റെ ഉദ്ദേശം അറിയാതെ അഭിപ്രായം പറയേണ്ടതില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഏതൊരു നീക്കത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംഗമത്തെക്കുറിച്ച്, ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട. എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മൾ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, പലതരത്തിലുള്ള വിമർശനങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്നാൽ ഇപ്പോൾ പല വിവിധ വകുപ്പുകളിൽ നടക്കുന്ന കോൺക്ലേവ് സെമിനാറുകൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ ന്യൂനപക്ഷ സെമിനാറും നടത്തുന്നത് എന്നാണ് ഗവൺമെന്റ് വിശദീകരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. തീർച്ചയായും സ്മിത, ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ന്യൂനപക്ഷ സംഗമവും വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷമടക്കം BJP അടക്കം സർക്കാരിനെതിരെ ഒരു പ്രതിരോധം തീർക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് വേണം കരുതാൻ. പക്ഷേ സംസ്ഥാന സർക്കാർ എന്നൊരു വിശദീകരണം നൽകുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒരു അയ്യപ്പ സംഗമം പോലെ ഒരു സംഗമമല്ല എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഒക്ടോബർ 1 മുതൽ 30 വരെ കാലയളവിൽ നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഓരോ വകുപ്പുകളും സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് ന്യൂനപക്ഷ വകുപ്പ്, അതുപോലെ തന്നെ കായിക വകുപ്പ്, ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം തന്നെ അതാത് ജില്ലകളിൽ, ഏതെങ്കിലും ഒരു ജില്ലകളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സെമിനാറുകൾ, അത് 2030 ശേഷം 31 വരെയുള്ള കാലയളവിലൊക്കെ നമ്മുടെ സംസ്ഥാനം എങ്ങനെയായിരിക്കണം, വകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം, ഏതെല്ലാം തരത്തിലുള്ള വികസനോന്മുഖ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതാത് വകുപ്പ് മേഖലകളിലെ വിദഗ്ധർ അടങ്ങുന്നവരെ വെച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്തുക മാത്രമാണ്. അത് തെറ്റിദ്ധരിക്കുകയാണ് എന്നുള്ളതാണ് സർക്കാർ വിശദീകരണം നൽകുന്നത്. അങ്ങനെ വിശദീകരണം നൽകുമ്പോഴും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്ത് മുന്നോട്ട് വരുന്നു. കാരണം ഈ ന്യൂനപക്ഷ സംഗമം ഒക്കെ തന്നെ എറണാകുളത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ന്യൂനപക്ഷ വകുപ്പ് എറണാകുളത്തും കായിക വകുപ്പ് മലപ്പുറത്തും വെച്ചാണ് ഈ ഒരു സെമിനാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഗമമാണ്. ന്യൂനപക്ഷ വകുപ്പ് നടത്തുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രമാണ്, ഏകദേശം 1500ഓളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുക. അതൊരു സംഗമമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷവും BJP-യും പറയുന്നത്. വി ഡി സതീശൻ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിരോധിച്ചല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം BJP നേതാക്കളും എത്തുന്നു. തീവ്രവാദ ബന്ധത്തെ പോലും വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇപ്പോൾ ന്യൂനപക്ഷ സംഗമവും അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ വകുപ്പ് തല സെമിനാറും വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ്. സ്മിത, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.